ഇവിടെ കൂടിയിരിക്കുന്ന ആരൊക്കെ ഇതിന് മുൻപ് നോവയിൽ വന്ന സമയത്ത് ഇങ്ങനൊരു ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. പാലക്കാട് നോവ കണ്ടക്ട് ചെയ്യുന്ന 3ാമത്തെ വളകാപ്പാണിത്. നമ്മുടെ കപ്പിൾ ഇവിടെ ഉണ്ട്. കപ്പിൾ എൻറ്റയർലി സർപ്രൈസ്ഡാണ്. അവർക്ക് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഒരു പരിപാടി ഒരുക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സെലിബ്രേഷൻ ആണ്. ബിക്കോസ് മദർഹുഡ് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വരുന്ന കപ്പിൾസിന് ഇതൊരു കുറച്ചും കൂടെ ലൈക്ക് സാധാരണ ഒരു രീതിയിൽ നാച്ചുറലി നിങ്ങൾ ട്രൈ ചെയ്ത് കൺസീവ് ആകുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് കൺസീവ് ആകുന്നതിനേക്കാളും ഇവിടെ വരുന്ന ആ കപ്പിൾസിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞ് അതിനുശേഷം ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയും ഒരു മാനസിക പ്രയാസത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നോവയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ പ്രഗ്നൻസിയും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും ടീമിന് മൊത്തത്തിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കത് ഭയങ്കര സെലിബ്രേഷൻ്റെ ഒരു മൊമെന്റ് ആണ്. അങ്ങനെ നമുക്ക് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കപ്പിളാണ് ഇവര്, ഉഷാകുമാരി. ഇവരുടെ ജേർണി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് ഉഷാകുമാരി എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ പരിപാടിയിലേക്ക് ആദ്യം തന്നെ അവരെ വെൽക്കം ചെയ്യാം. അവരാണ് ഇന്നത്തെ സ്റ്റാർസ്. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ ദീപ്തി. ഓരോ പേഷ്യൻസ് ഇവിടെ വരുമ്പോഴും നിങ്ങളുടെ കേസ് പോസിറ്റീവ് ആകുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്. അതേപോലെ ആ ആഗ്രഹത്തിൻ്റെ കൂടെ ഡോക്ടറുടെ ആ ഒരു ദൃഢനിശ്ചയവും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഇത്രയും ലൈക്ക് ഹാപ്പി ആയിട്ടുള്ള ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് വരുന്നത്. അപ്പോൾ ഡോക്ടറാണ് ഇതിനൊക്കെ കാരണം. ഡോക്ടറെ വെൽക്കം ചെയ്യാണ്. ഡോക്ടർക്ക് താങ്ക് യു പറയാണ് നോവയുടെ ഭാഗത്തുനിന്ന്. എല്ലാവർക്കും സ്വാഗതം. ഈ മൊമെന്റിൽ ഞങ്ങളിവിടെ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവുക. ഇതേപോലൊരു ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു വളകാപ്പ് സെറിമണി. അധികം പ്ലാനിങ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവരുടെ സന്തോഷത്തിൽ നമ്മൾ ഭാഗമായിട്ട് പോവാണ്. അമ്മയാവാന്നുള്ളത് ഒരു സ്ത്രീക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയി കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നവരെ. കാരണം അത് ഒത്തിരി സ്വപ്നങ്ങളും നമുക്ക് പ്രതീക്ഷ, കുഞ്ഞ് കയ്യിൽ കിട്ടണം അല്ലേ, നമുക്ക് ഒരുപാട് സ്നേഹം നമ്മൾ കരുത്തി വെക്കുകയാണ്. ഈ ഒരു 10 മാസം എന്ന് പറയുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ആ ഒരു ജേണി. ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. പക്ഷെ ചിലരുടെ കാര്യത്തിൽ ഇതിനെല്ലാം മുകളിലായിട്ട് ഒരു പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കുഞ്ഞാണ് ഉഷാകുമാരിയുടെ വയറ്റിലുള്ളത്. അപ്പോൾ ആ കുഞ്ഞിനും ഉഷാകുമാരിക്കും ഹസ്ബൻഡിനും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. നല്ലൊരു പ്രഗ്നൻസി, ഇനിയുള്ള ഓരോ ദിവസവും ഹെൽത്തിയായി ഹാപ്പിയായി നല്ല പോലെ ഡെലിവറി കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ ആവാനും നല്ലൊരു കുഞ്ഞിനെ തന്നെ കയ്യിൽ കിട്ടാനും എൻ്റെ പ്രാർത്ഥനകൾ.
അറിഞ്ഞിട്ടില്ല. സന്തോഷം, ഹാപ്പിയാണ്. എല്ലാവർക്കും സന്തോഷമായി. ആദ്യത്തെ സംഭവം രാധാകൃഷ്ണൻ, ഭാര്യയുടെ പേര് ഉഷാകുമാരി. ഞങ്ങളുടെ ഇവിടെ കൊട്ടേക്കാറാണ്. ഇത് സർപ്രൈസ് ആയിരുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ല. എന്തോ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരിച്ചു. വളരെ വളരെ നന്ദി എല്ലാവർക്കും. ഇഷ്ടന്ന എല്ലാ ഡോക്ടേഴ്സും ഡോക്ടർമാർക്കും എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ മിനി ഡോക്ടർ വഴിയാണ് ജിറ്റ് ഡോക്ടറെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞു റെഡിയായി കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ് ഇവരുടെ കൂടെ ഉണ്ടാവണം. ഇവർക്ക് എഗെയിൻ നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസി, ഹെൽത്തി ബേബി, ഹെൽത്തി മദറായിട്ട് കുഞ്ഞായിട്ട് വരണം കേട്ടോ. തീർച്ചയായും വരും.